അപ്പോൾ എല്ലാവർക്കും പിക്കലിനിക്സിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേദങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഉപനിഷത്തുകളാണ് കേട്ടോ. ഉപനിഷത്തുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പം ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അത് വേദങ്ങളുടെയൊക്കെ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപനിഷത്തുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? വേദാന്തം. വേദത്തിൻ്റെ അന്ത്യം അല്ലെങ്കിൽ അതിൻ്റെ അവസാന അന്ത്യഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന എന്ത്? വേദാന്തം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത് ഉപനിഷത്താണ് കേട്ടോ, ഉപനിഷത്താണ്. അതുപോലെ തന്നെ ഈ ഉപനിഷത്ത് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, അതാണ് എന്ത്? ഉത്തരമീമാംസ കേട്ടോ. ഉത്തരമീമാംസ എന്നൊരു പേരും കൂടെ ഈ ഉപനിഷത്തിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇത് എഴുതിയത് എപ്പോഴാണെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് 800 BC മുതൽ 500 BC വരെയുള്ള ഒരു സമയത്താണ് എന്ത്? ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്തം എന്നൊക്കെ അറിയപ്പെടുന്ന ഉപനിഷത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് ഒരു ഹൈന്ദവ മതത്തിലെ ഒരു തത്വചിന്താപരമായ കാര്യങ്ങളും ഒക്കെ തന്നെ, ഇപ്പോൾ വേദങ്ങളുടെ ഒരു വ്യാഖ്യാനം, അതൊരു തത്വചിന്താപരമായ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു ആത്മീയയുടെ ഒരു തത്വചിന്താതലം എത്രത്തോളം ഉണരാവോ ആ ഒരു ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപനിഷത്തുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഉപനിഷത്ത് അല്ലെങ്കിൽ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അടുത്തിരിക്കുക എന്നതാണ് കേട്ടോ. അരികിലിരുന്ന് ബ്രഹ്മവിദ്യ അറിയുന്നതിനെ പറയുന്ന പേരാണ് ഉപനിഷത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാക്കാലുള്ള അർത്ഥം ഇതാണ്, തൊട്ടടുത്തിരിക്കുക, അടുത്തിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം വേദങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വളരെയധികം ശ്രേയസ്കരമായ ശിഷ്യന്മാരെ ഈ ഗുരുവിൻ്റെ അടുത്തിരുത്തി രഹസ്യ ഇതായിട്ടുള്ള വേദങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഏറ്റവും പ്രാഗൽഭ്യമുള്ള നമ്മുടെ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ പറയില്ലേ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആവാനായിട്ടുള്ള ഒരു സമയത്ത് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടല്ലേ, ഉള്ള വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നെയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ മിടുക്കരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രത്യേക ഒരു കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ അഭ്യസിക്കുന്ന പോലെയാണ് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ. ഉപനിഷത്ത് ഗുരുവിൻ്റെ അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ അത് വളരെയധികം രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഉപനിഷത്ത്. അതുപോലെ ഇതിൻ്റെ ഒരു പേരുണ്ട് വേദാന്തം, വേദത്തിൻ്റെ അന്ത്യം. നമ്മൾ ആദ്യം വേദങ്ങൾ കണ്ടു, അതിന് ഏറ്റവും അവസാനം വരുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത്. അതുപോലെ ഇതിൻ്റെ പരാവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള നോളജ് കാര്യങ്ങൾ, ഏറ്റവും ആത്മീയമായിട്ടുള്ള നോളജ് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ പരാവിദ്യ എന്നും പറയുന്നുണ്ട്. പരമമായ വിദ്യ എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമമായ വിദ്യ എന്നുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഉപനിഷത്തുകളുടെ എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 108 ഉപനിഷത്തുകളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ മുഖ്യ ഉപനിഷത്ത് എത്ര എണ്ണമുണ്ട്? 10 ഉപനിഷത്തുകളാണ് മുഖ്യ ഉപനിഷത്തായിട്ട് വരുന്നത്. 10 എണ്ണമാണ്. ഇത് ശ്രീ ശങ്കരാചാര്യരെ ചിട്ടപ്പെടുത്തിയത് കൊണ്ടാണ് അതിന് അല്ലെങ്കിൽ ശ്രീ ശങ്കരാചാര്യർ അത് വ്യാഖ്യാനിച്ച് എഴുതിയേക്കുന്നതുകൊണ്ടാണ് അതിന് ഈ ഒരു പദവി അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ള ഒരു 10 അത് തിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഈശം, കേനം, കടോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡുക്യോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ഐത്രയോപനിഷത്ത്, ചന്ദോഗ്യോപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത്. ഇത്രയും 10 ഉപനിഷത്തുകളാണ് ഉള്ളത് കേട്ടോ. അപ്പം 10 ഉപനിഷത്ത്, 108 ഉപനിഷത്തുകളിലെ ഏറ്റവും പ്രാഗൽഭ്യമേറിയ എന്നൊക്കെ നമുക്ക് കണക്കാക്കപ്പെടുന്ന ഉപനിഷത്തുകൾ ഈ 10 ഉപനിഷത്തുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഉപനിഷത്ത് അറിയപ്പെടുന്ന വേറെ ഒരു പേരുണ്ട് കേട്ടോ, ജ്ഞാനകാന്ഡം എന്ന് പറയും. ഉപനിഷത്തിനെ ജ്ഞാനകാന്ഡം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ അജ്ഞാനത്തെയും അതുപോലെ അന്ധകാരത്തെയും ഒക്കെ അകറ്റി അവിടെ ജ്ഞാനത്തിൻ്റെയും അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഒക്കെ ഒരു സ്പർശം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിനെ, അല്ലെങ്കിൽ ജ്ഞാനങ്ങൾ സമ്മാനിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ജ്ഞാനകാന്ഡം എന്നുകൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പല പേരുകൾ പഠിച്ചില്ല. ഉത്തരമീമാംസ ഉണ്ട്, അതുപോലെ വേദാന്തം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞാണ് പരാവിദ്യ എന്ന് പറഞ്ഞ പോലെ തന്നെ ജ്ഞാനകാന്ഡം എന്നൊരു പേരും ഏതിനുണ്ട്? ഉപനിഷത്തിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈശോപനിഷത്താണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ വേദങ്ങളുടെയും ഒരു പരമമായ അല്ലെങ്കിൽ അതിനകത്ത് ഒരു പരമമായൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഉപനിഷത്താണ് ഈ പറയുന്ന ഈശോപനിഷത്ത്. അപ്പം ഇത് ശുക്ലയജുർവേദീയ വിഭാഗത്തിൽ പെടുന്നതും അതുപോലെ തന്നെ 18 മന്ത്രങ്ങൾ അടങ്ങുന്ന ഉപനിഷത്തുമാണ് ഇത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഏറ്റവും പരമമായ ഒരു ഉപനിഷത്തുകളിലെ ഏറ്റവും പരമമായ ഒരു ഉപനിഷത്ത് 108 ഉപനിഷത്തുകളിൽ ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ
ഉപനിഷത്താണ് എന്ത് ഈ പറഞ്ഞ ഈശോപനിഷത്ത്. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുന്ന 18 മന്ത്രങ്ങളാണ്. അതുപോലെ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ശുക്ലയജുർവേദീയ വിഭാഗത്തിൽ പെടുന്നതാണ് ഈ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുടെ അത് കാണുക. അപ്പോൾ അതിനകത്ത് യജുർവേദം, അതിനകത്ത് കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം എന്താണെന്നൊക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട് മാത്രം ഉപനിഷത്തുകൾ കാണുക. അപ്പോൾ പലരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം എൻ്റെ വ്യൂസ് കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ചിലവർ പുതിയൊരു പാർട്ട് ഇടും, ആ പാർട്ട് ആദ്യമേ കാണുന്നു, പക്ഷേ അതിന് മുന്നത്തെ പാർട്ട് കൂടെ കണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ കാണുക. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഈശം ഉപനിഷത്ത് എന്ന് പറഞ്ഞത് എല്ലാ വേദാന്തങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു ഉപനിഷത്തായിട്ടാണ് അതിനെ പരിഗണിക്കപ്പെടുന്നത്. വളരെയധികം ശ്രേയസ്കരമായ ഒരു ഉപനിഷത്തായിട്ടാണ് ഈ പറഞ്ഞ ഈശ ഉപനിഷത്തിനെ പരിഗണിക്കപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കേന ഉപനിഷത്താണ്. അപ്പോൾ ഇത് 4 ഖണ്ഡങ്ങളായിട്ടാണ് തിരിക്കപ്പെട്ടിട്ടുള്ളത്, 4 ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതുപോലെ അത് ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ ഉള്ള ഉപനിഷത്താണ് കേട്ടോ. ഗുരുവും ശിഷ്യൻ്റെയും ഒരു സംവാദം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ ആ ഒരു മോഡിൽ ഉള്ള ഒരു ഉപനിഷത്താണ് ഈ പറഞ്ഞ കേന ഉപനിഷത്ത്. അതുപോലെ ഇത് സാമവേദീയ വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. സാമവേദീയ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകതയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വേദങ്ങൾ കാണുക കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ കാണുക കണ്ടിട്ടില്ലെങ്കിൽ. ഇനി അടുത്തത് കഠോപനിഷത്താണ്. ഇത് കൃഷ്ണയജുർവേദീയ വിഭാഗത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ 6 അധ്യായങ്ങളാണ് ഈ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 6 അധ്യായങ്ങൾ, 6 വല്ലികൾ അല്ലെങ്കിൽ 6 അധ്യായങ്ങളാണ് ഈ ഉപനിഷത്തിലുള്ളത്. ഇത് കൃഷ്ണയജുർവേദീയ വിഭാഗത്തിൽ പെടുന്ന ഉപനിഷത്തുകളാണ് കേട്ടോ. അപ്പം ഇതിൽ ഉള്ള പ്രതിപാദ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി വിശ്വജിത്യാഗം നടത്തിയ വാജശ്രവസിൻ്റെ ഗോദാനം മുതൽ അതുപോലെ തന്നെ നചികേതസിൻ്റെ ബ്രഹ്മപദ പ്രാപ്തി വരെ ഈ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏതാണ് അതിൻ്റെ ഒരു തീം? ആ തീമുകൾ ഓരോ ഉപനിഷത്തിനും ഓരോ തീമുകളുണ്ട്. അത് പക്ഷേ നമുക്ക് അത്രയും അറിയേണ്ട കാര്യം ഇല്ല. ഇന്ന ഉപനിഷത്തുകളുണ്ട്. ഇപ്പം നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം ഉത്തരമീമാംസ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ള ചോദ്യം PYQ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇന്ന് PYQ പോൾ ഗ്രൂപ്പിൽ ചെയ്യുന്നവർക്ക് ആ ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ PYQസിലല്ല. അതുപോലെ തന്നെ എന്താ ഇപ്പം വേദങ്ങളെ പറ്റി പറയുമ്പം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏത് എന്നൊരു ചോദ്യം PYQലുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലും കിട്ടിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം ആ ഗ്രൂപ്പിലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥം ഏതാ? അത് വേദമാണ് കേട്ടോ, വേദമാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അതുകൊണ്ട് തന്നെ അത് മിസ്സാവാതെ കാണണം. കാരണം അതിനകത്തെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ, വേദം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വേദം വരുന്നത് എന്നുള്ള കാര്യമൊക്കെ. അതുപോലെ ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും അടിസ്ഥാനം എന്നുള്ളൊരു കാര്യമൊക്കെ തർക്കം ഉണ്ടായാൽ ഏതാണ് പരിഗണിക്കുക എന്നുള്ള കാര്യമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണണം. അതുപോലെ തന്നെ PYQs നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട്. PYQ പോളുകളൊക്കെ നിങ്ങൾ ചെയ്തു പോവുക കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പം ഇനി നമുക്ക് അടുത്തത് പ്രശ്നോപനിഷത്തിലേക്ക് വരുവാണെങ്കിൽ അഥർവേദീയ ശാഖയിൽ പെടുന്നതാണ് ഈ പറഞ്ഞ പ്രശ്നോപനിഷത്ത്. അഥർവവേദീയ ശാഖയിൽ പെടുന്നതാണ് ഈ പറഞ്ഞ പ്രശ്നോപനിഷത്ത് എന്നൊരു കാര്യം കൂടെ ഓർക്കുക. അത് നമുക്ക് വളരെയധികം പഠിക്കാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ എല്ലാം അതിൻ്റെ ബേസിക്കുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞു പോവുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് മുണ്ടകോപനിഷത്താണ് കേട്ടോ. അപ്പം അഥർവവേദീയ ഉപനിഷത്ത് ശാഖയിൽ പെടുന്നതാണത്. അതുപോലെ 3 ഭാഗങ്ങളുണ്ട്. ഇതിൽ ഓരോ ഭാഗത്തെയും മുണ്ടകം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ ഓരോ ഭാഗത്തെയും മുണ്ടകം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം മുണ്ടകോപനിഷത്ത് അഥർവവേദീയ ഉപനിഷത്ത് ശാഖയിൽ പെടുന്നതാണെന്ന് ഓർക്കുക. അതുപോലെ 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതുവരെ അത് PYQs ആയിട്ട് വന്നിട്ടില്ല. ഇനി മാണ്ഡുക്യോപനിഷത്തിലേക്ക് വരുവാണെങ്കിൽ അതിൽ 12 മന്ത്രങ്ങളാണ് മാണ്ഡുക്യോപനിഷത്തിൽ ഉള്ളത്. മാണ്ഡുക്യോപനിഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 12 മന്ത്രങ്ങളാണ്. അതുപോലെ തൈത്തരീയ ഉപനിഷത്ത്. ഇപ്പോൾ തൈത്തരീയ ഉപനിഷത്തിൽ വരുമ്പോഴത്തേക്കും കൃഷ്ണയജുർവേദീയ വിഭാഗത്തിൽ പെടുന്നതാണ്. അതുപോലെ അതിനും എന്തുണ്ട്, 3 അധ്യായങ്ങളുണ്ട് കേട്ടോ. ശിക്ഷാവല്ലി, ബ്രഹ്മാനന്ദവല്ലി, അതുപോലെ ഭൃഗുവല്ലി എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഇപ്പം ഇന്ത്യൻ നേവിയുടെ ഒക്കെ ഒരു ഇതുണ്ട്, ഒരു മോട്ടോ ഉണ്ട്, ഷാനോ വരുണ അല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു മോട്ടോ ഷാനോ വരുണ എന്നൊരു മോട്ടോ ഉണ്ട്. എന്നുവെച്ചാൽ മേ ദ ലോർഡ് ഓഫ് ഓഷ്യൻ ബി ഓസ്പിഷ്യസ് ടു അസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ പറയുവാണെങ്കിൽ സമുദ്രത്തിൻ്റെ ദേവത ഞങ്ങളോട് കരുണയുള്ളവരായിരിക്കണേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് തൈത്തിരീയ ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ സത്യമേവ ജയതേ എന്നൊക്കെ ഉള്ള അതെടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. സത്യമേവ ജയതേ എന്നൊരു ഭാഗം എടുത്തിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ഒരു സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തുമ്പം അത് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞുതരാം. കുറച്ചും കൂടെ ഇതുപോലെയുള്ള വാക്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. ഇനി ഐത്രീയ ഉപനിഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഋഗ്വേദീയ വിഭാഗത്തിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് ആരണ്യകത്തിൻ്റെ 2ാം ഭാഗത്തിലാണ്
ഇത് പറയുന്നതും. ഓക്കെ, അപ്പം ഐത്രേയ ഉപനിഷത്ത് അത് ഏതിലുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദീയ വിഭാഗത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചാന്തോഗ്യ ഉപനിഷത്തിലോട്ട് വരുവാണെങ്കിൽ അത് സാമവേദീയ ഉപനിഷത്ത് വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. സാമവേദീയ ഉപനിഷത്ത് വിഭാഗത്തിൽ പെടുന്നതാണ്. അതുപോലെ 8 അധ്യായങ്ങളിലൂടെയാണ് ഇത് വിവരിക്കുന്നത്. അതിനകത്ത് 8 അധ്യായങ്ങളുണ്ട് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ചാന്തോഗ്യ ഉപനിഷത്ത് സാമവേദീയ വിഭാഗത്തിൽ പെടുന്നതാണ്. 8 അധ്യായങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള പോർഷൻ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ ക്ലാസ് എല്ലാവരും മൊത്തമായിട്ട് തന്നെ കാണുക. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ ഭാഗം എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നാണ്, ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്നാണ് അഹം ബ്രഹ്മാസ്മി ഒക്കെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബൃഹദാരണ്യക ഉപനിഷത്തിൽ അത് വരുന്നത് ശുക്ലജുർവേദീയ വിഭാഗമാണ് കേട്ടോ. ശുക്ലജുർവേദീയ ശാഖയിൽ പെടുന്നതാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. 6 ഭാഗങ്ങളാണ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞു അല്ലേ, ഭാരതത്തിന് ലഭിച്ച ഒരു വലിയൊരു സമ്പത്താണ്, അതുപോലെ പരമമായ ആത്മജ്ഞാനമാണ് ഉപനിഷത്ത് എന്ന്. അതുപോലെ ഉപനിഷത്തുകൾ എന്താണ്, ഒരു ശിഷ്യന് ഗുരു വളരെ രഹസ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ഉപനിഷത്ത് പിന്നീട് വിദേശത്തിലോട്ട് പോകുന്നുണ്ട്. ആദ്യം ഇത് പോകുന്ന അറേബ്യ ഭാഗത്തിലേക്കാണ്, പിന്നീട് അത് അറേബ്യയിൽ നിന്ന് യൂറോപ്പിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇത് പോയി എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളുണ്ട്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇതിനകത്ത് ഒരുപാട് ബ്രീഫായിട്ട് നിങ്ങൾ അറിയേണ്ട എന്തൊക്കെ പേരുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. അപ്പം ഇത് ആദ്യം വിവർത്തനം ചെയ്യുന്നത് ആരാണ് എന്ന് പറഞ്ഞാരാണ്, അത് ദാരാഷിക്കോഹ് ആണ് കേട്ടോ. ആ പേരൊന്ന് ഓർത്ത് വെക്കുക, ദാരാഷിക്കോവ്. ഇത് വിവർത്തനം ചെയ്യുന്ന വർഷം 1657 ആണ്. 1657 ഈ ദാരാഷിക്കോഹ് ഉപനിഷത്തുകളെ വിവർത്തനം ചെയ്യുന്നത്. പുള്ളി ആരാണ്, ദാരാഷിക്കോഹ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ പുത്രനാണ് കേട്ടോ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ പുത്രനാണ് ഈ പറയുന്ന ദാരാഷിക്കോഹ്. അതുപോലെ പേർഷ്യനിലോട്ട് വിവർത്തനം ചെയ്തത് 50 ഉപനിഷത്തുകളാണ്. അത് പേർഷ്യൻ ഭാഷയിലോട്ട് വിവർത്തനം ചെയ്തത് 50 ഉപനിഷത്തുകളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ വിവർത്തനം ചെയ്യുമ്പം ഇത് പേർഷ്യൻ ഭാഷയിലേക്കാണല്ലോ വിവർത്തനം ചെയ്തത്. ഏത് ഭാഷയിലാണ് വിവർത്തനം ചെയ്തത്, അല്ലെങ്കിൽ ഏത് വർഷമാണ് വിവർത്തനം ചോദിച്ചാൽ ഏത് വർഷമാണ്, 1657 ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ദാരാഷിക്കോഹ് ആണ്. ദാരാഷിക്കോഹ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ പുത്രനാണ് ഈ പറയുന്ന ദാരാഷിക്കോഹ്. അതുപോലെ എത്ര ഉപനിഷത്തുകൾ തർജ്ജമ ചെയ്ത് വെച്ചാൽ 50 ഉപനിഷത്തുകൾ, അല്ലെങ്കിൽ തർജ്ജമ ചെയ്ത ഉപനിഷത്തുകളുടെ എണ്ണം അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ടും ചോദിക്കാൻ സാധ്യത കേട്ടോ. കൂടി പോയാൽ പേര് ഒക്കെ ചോദിക്കുകയുള്ളൂ. അപ്പം ഏത് ഭാഷയിലാണെന്ന് വെച്ചാൽ പേർഷ്യൻ ഭാഷയിലാണ് 50 ഉപനിഷത്തുകളാണ് വിവർത്തനം ചെയ്തത്. അതോടൊപ്പം തന്നെ വിവർത്തനം ചെയ്യുമ്പോൾ അതിന് നൽകുന്ന ഒരു പേര്, എന്ത് പേരാണ് അതിന് നൽകിയെന്ന് വെച്ചാൽ എന്താണ്, സിർ ഉൽ അസ്രാർ എന്നാണ് അതിൻ്റെ പേര്. സിർ ഉൽ അസ്രാർ എന്നാണ് അതിൻ്റെ പേര്. എന്ന് വെച്ചാൽ മഹാരഹസ്യം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ ഇത് സിർ ഉൽ അസ്രാർ എന്നാണ് ഇത് പറയുന്നത്, മഹാരഹസ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിലൂടെ ഉപനിഷത്തിൻ്റെ അറിവ്, അല്ലെങ്കിൽ അതിനകത്തെ ഒരു ജ്ഞാനകാന്ഡം, വേദാന്തം എന്നൊക്കെ പറഞ്ഞാൽ ഉപനിഷത്ത് 50 എണ്ണം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ആ തർജ്ജമ ചെയ്തപ്പം അതിന് നൽകിയ പേരാണ് സിർ ഉൽ അസ്രാർ, മഹാരഹസ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെയാണ് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഉപനിഷത്തുകളിലെ വിട്ടൊരു പോയിന്റാണ്, ഏറ്റവും പുരാതനമായ ഉപനിഷത്തായി കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ബൃഹദാരണ്യക ഉപനിഷത്തും ചാന്തോഗ്യ ഉപനിഷത്തുമാണ് ഏറ്റവും പുരാതനമായ ഉപനിഷത്തുകളായിട്ട് കണക്കാക്കുന്നത്. GK ഭാഗത്തിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പം പുരാതനമായ ഉപനിഷത്തുകൾ ചോദിച്ചാൽ ഏതൊക്കെയെന്ന് വെച്ചാൽ ബൃഹദാരണ്യക ഉപനിഷത്തും ചാന്തോഗ്യ ഉപനിഷത്തുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മ വെക്കുക. ഇനി അത് യൂറോപ്പിലോട്ട് പോയി. അത് യൂറോപ്പിലോട്ട് എങ്ങനെ പോയെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇത് പേർഷ്യയിലോട്ട് തർജ്ജമ ചെയ്ത് ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വിവർത്തനം യൂറോപ്യൻ ഭാഷയിലോട്ട് പിന്നീട് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അത് ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ആംഗറ്റിൽ ദുപെറോൺ എന്നയാളാണ് ഇത് പേർഷ്യനിൽ നിന്ന് ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്ത് ആ ഒരു വിവർത്തനം കാര്യങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെയാണ് ആ ഒരു പുസ്തകം പിന്നെ എങ്ങോട്ട് പോകുന്നു, യൂറോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, മഹാജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനകാന്ഡം അല്ലെങ്കിൽ വേദാന്തം അല്ലെങ്കിൽ പരാവിദ്യ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഉപനിഷത്ത് എങ്ങോട്ട് പോകുന്നു, ഉത്തരമീമാംസ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഉപനിഷത്ത് എങ്ങോട്ട് പോകുന്നു, പേർഷ്യയിൽ നിന്ന് പിന്നെയും യൂറോപ്പിലോട്ട് പോകുന്നു. ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിൽ പോയി അവിടെ നിന്ന് പിന്നെ യൂറോപ്പിലോട്ട് പോയി. അപ്പം ഈ ലാറ്റിൻ വിവർത്തനം, അതിപ്പോൾ നിങ്ങൾ ഈ ലാറ്റിൻ എന്നൊരു ഭാഷ വരാൻ കാരണം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഇന്ത്യയിലെ സംസ്കൃതം അഭ്യസിച്ചിരുന്നില്ല. പണ്ഡിതന്മാർ സംസാരിക്കുന്നത് സംസ്കൃതത്തിലാണ്. അപ്പം ഇങ്ങനെ ഒരു സംസ്കൃതം സംസാരിക്കുന്ന പോലെ തന്നെ ആ ഒരു പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്പ് ആ ഒരു ഭാഗത്തൊക്കെ ആ ഒരു പാണ്ഡിത്യമുള്ള സംസാരിക്കുന്ന ഭാഷ ലാറ്റിൻ ആണ് കേട്ടോ. ലാറ്റിൻ ആയിരുന്നു. അത് സംസ്കൃതം പോലെ തന്നെ ഇന്നും അതിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുവാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വേർതിരിവുള്ള മറ്റു ഭാഷകൾ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. ശരി, അപ്പം ഇതിലൂടെ ഈ ഉപനിഷത്തെ ആശയങ്ങൾ എങ്ങോട്ട് പോയി, യൂറോപ്പിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ പേര്, ലാറ്റിൻ വിവർത്തനത്തിന് നൽകിയ പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്, ഔപ്നഖാത്ത് എന്നാണ് കേട്ടോ. ഔപ്നഖാത്ത് എന്നാണ് ലാറ്റിൻ വിവർത്തനത്തിന് നൽകിയ പേര്. അതുപോലെ ഇത്
ആരാണ് ഇത് തർജ്ജമ ചെയ്തെന്ന് വെച്ചാൽ ആരാണ്? ആംഗറ്റിൽ ദുപ്പെറോൺ എന്നയാളാണ് കേട്ടോ. ഫ്രഞ്ച് പണ്ഡിതനായ ആംഗറ്റിൽ ദുപ്പെറോൺ ആണ് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. പേർഷ്യയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു ശാന്തി പാഠങ്ങൾ എന്നൊരു ഭാഗം എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ചിലപ്പോൾ ശാന്തി പാഠങ്ങൾ എന്ത് എന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്കറിയാം. അപ്പം എന്താണ്? ഗുരുവും ശിഷ്യനും ഒരുമിച്ച് ചൊല്ലുന്ന മന്ത്രങ്ങൾ ശാന്തി പാഠങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഉപനിഷത്ത് പഠനത്തിന് മുന്നേയും ഉപനിഷത്തിന്റെ പഠനത്തിന് ശേഷവുമായിട്ട് ശാന്തി പാഠങ്ങൾ ചൊല്ലും. ഇപ്പം പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു മന്ത്രമൊക്കെ ഉണ്ട്. എനിക്കത് പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യും? ഗുരുവും ശിഷ്യനും തമ്മിൽ ചൊല്ലും. അവർ ഒരുമിച്ചിരുന്ന് ചൊല്ലും. ഇത് ചൊല്ലുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു മനസ്സിനെ റിലാക്സ് ചെയ്ത് ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നതിന് മുന്നും അവസാനിച്ചതിന് ശേഷവും ചൊല്ലുന്നതാണ്. അതുപോലെ പഠനത്തിൽ ശാന്തിയും ഏകാഗ്രതയും ഒക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനെയൊരു മന്ത്രം ചൊല്ലുന്നത്. അതുപോലെ തന്നെ 5 ശാന്തി പാഠങ്ങളാണ് ആകെ ഉള്ളത് കേട്ടോ. അപ്പം ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കി. അപ്പം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെയും 2 പോയിന്റുകളൂടെ പറയാം. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അത് എന്താണ്? ഉപനിഷത്തുകളാണ് കേട്ടോ. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്നത് ഉപനിഷത്തുകളാണ്. അതുപോലെ സർവമത ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും അതല്ലെങ്കിൽ ദുർബലരെയും ദുഃഖിതരെയും മർദ്ദിതരെയും ഒക്കെ ഉദ്ബോധിപ്പിക്കാനും ജ്ഞാനം ആർജിക്കാനും ഒക്കെയാണ് ഈ ഉപനിഷത്തുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപനിഷത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് പറഞ്ഞതാണ് സർവമത ജാതി മത ഭേദമൊന്നുമില്ലാതെ അതുപോലെ തന്നെ വളരെയധികം ദുർബലരും ദുഃഖിതരും പീഡിതരും ഒക്കെ ആയിട്ടുള്ളവരെ മർദ്ദിതരും ഒക്കെ ആയിട്ടുള്ളവരെ എന്താണ് ഉദ്ബോധിപ്പിക്കാനും അവർക്ക് ജ്ഞാനം പകർന്നു നൽകാനും ഒക്കെയാണ് എന്ത് ഉപനിഷത്തുകൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഉപനിഷത്ത് വാക്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. ഇത് കഠോപനിഷത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദന് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്ന ചില വാക്കുകളാണ് ഈ പറയുന്നത്. അതായത് എഴുന്നേൽക്കുക, ഉണരുക, ഉത്തമമായ ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് വിദ്യ അഭ്യസിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പം അത് ശ്രീ വിവേകാനന്ദന് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. അത് കഠോപനിഷത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ തത്വമസി എന്നൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണല്ലേ തത്വമസി എന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു ഉപനിഷത്തിൽ നിന്നാണ്. അത് ഏത് ഉപനിഷത്തെന്ന് ചോദിച്ചാൽ ഏതാണ്? ചാന്തോഗ്യോപനിഷത്താണ് കേട്ടോ. ചാന്തോഗ്യോപനിഷത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. അത് നീയാകുന്നു എന്നതാണ് ഈ തത്വമസിയുടെ അർത്ഥം കേട്ടോ. അപ്പോൾ തത്വമസി എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. അത് ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. അത് ചാന്തോഗ്യോപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ അത് നീയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി പ്രജ്ഞാനം ബ്രഹ്മ എന്നൊരു വാക്കുണ്ട്. അതായത് ബോധമാണ് ബ്രഹ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രജ്ഞാനം ബ്രഹ്മ എന്നാൽ ബോധമാണ് ബ്രഹ്മം എന്നാണ്. ഇത് ഐത്രേയോപനിഷത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഐത്രേയോപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ അടുത്താണ് അമാത്മാ ബ്രഹ്മ. അതായത് ഈ ആത്മാവാണ് ബ്രഹ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മാണ്ഡ്യൂക്യോപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ PDF നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. അതുപോലെ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അല്ലാതെ ഇത് ബൈഹാർട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന തത്വമസി ഒന്ന് പ്രത്യേകം നോക്കിക്കൊള്ളുക. അതുപോലെ തന്നെ പ്രജ്ഞാനം ബ്രഹ്മ ഒന്ന് പ്രത്യേകം നോക്കണം. ഓക്കെ, ഇനി അഹം ബ്രഹ്മാസ്മി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അഹം ബ്രഹ്മാസ്മി. ഇതും നിങ്ങളൊന്ന് പ്രത്യേകം നോക്കണം കേട്ടോ. അഹം ബ്രഹ്മാസ്മി ഒന്ന് പ്രത്യേകം നോക്കണം. ഞാൻ ബ്രഹ്മമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്നൊരു കാര്യം പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ സത്യമേവ ജയതേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. സത്യം മാത്രം എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. ഈ ഒരു വാക്കും നിങ്ങൾ നോക്കി ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത് എന്നൊരു കാര്യം കൂടെ നോക്കി വെക്കുക. അപ്പോൾ തത്വമസി നിങ്ങൾ നോക്കുക, ചാന്തോഗ്യോപനിഷത്തിൽ നിന്നാണ്. പിന്നെ എന്താ? പ്രജ്ഞാനാം ബ്രഹ്മ ഐത്രേയ ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി, അതോടൊപ്പം സത്യമേവ ജയതേ എന്നതും നോക്കുക. അഹം ബ്രഹ്മാസ്മി എന്നത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ സത്യമേവ ജയതെന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. അപ്പോൾ ഇതും ഒന്ന് പ്രത്യേകം നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അസതോമ സദ്ഗമയ അല്ലെ, തമസോമ ജ്യോതിർഗമയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ മിക്കവാറും എക്സാമിൽ വരുമ്പോൾ അസതോമ സദ്ഗമയ എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അത് ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നാണ് ഇത് എടുത്തത് എന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നാണ് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യമ അമൃതം ഗമയ എന്നുള്ളൊരു ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രേ ഉള്ളൂ, അസത്തിൽ നിന്ന് സത്തിലേക്ക് എന്നെ നയിക്കണമേ. അതുപോലെ എന്താ? തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ. അതുപോലെ എന്താ? മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അതിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾ പഠിക്കണേ, അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു അസതോമ സദ്ഗമയ ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത് എന്നും കൂടെ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നാണ്.
അപ്പോൾ ഇനി പ്രസ്ഥാനത്രയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസ്ഥാനത്രയം അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഉപനിഷത്ത്, അതുപോലെ എന്താ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നിവയാണ് ഈ പ്രസ്ഥാനത്രയത്തിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, അതുപോലെ എന്താ ഭഗവത്ഗീത എന്നിവ ഉൾപ്പെടുന്ന ആ ഒരു 3 എണ്ണത്തിനാണ് എന്ത് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് ഗാർഗി എന്നത്. അതൊരു വനിതയാണ് ഗാർഗി. അപ്പോൾ ഉപനിഷത്ത് ചിന്തകർ, ഇപ്പോൾ പൊതുവെ ബ്രാഹ്മണന്മാരും അങ്ങനെയുള്ള ഒരു വലിയ അല്ലെങ്കിൽ അന്നത്തെ ഉന്നതമായി കരുതപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിലുള്ളവർ മാത്രമായിരുന്നു തത്വചിന്ത അതിലൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു വനിതകളുടെ സാന്നിധ്യം തീരെ കുറവാണ്. അതിലെ ഏറ്റവും പ്രമുഖയായിരുന്ന വനിതയാണ് ഈ പറഞ്ഞ ഗാർഗി എന്നത്. അപ്പോൾ ഉപനിഷത്ത് ചിന്തകരിൽ പേര് കേട്ട വനിതയായിരുന്നു ഈ ഗാർഗി. അപ്പോൾ പാണ്ഡിത്യത്തിന് പേര് കേട്ട് ഇവരെന്ത് ചെയ്തു? രാജസഭകളിൽ ഉള്ള വാഗ്വാദങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. ഇപ്പം വേദങ്ങളൊക്കെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾ ഒക്കെ ഉണ്ട്. എന്നപോലെ കടവല്ലൂർ അന്യോന്യം എന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് നിന്നിരുന്ന ഒരിതുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ് ഈ പറയുന്ന ഗാർഗി എന്ന ഒരു വനിത. അപ്പോൾ ആ ഒരു പേരും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉപനിഷത്ത് ഭാഗങ്ങളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഉപനിഷത്ത് നിങ്ങൾ കാണുക. പിന്നെ നമുക്ക് പുരാണം അതുപോലെ മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ നോക്കുന്നത് ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ വിവിധ ദേവസ്വം ബോർഡുകൾ, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്നുള്ളൊരു പോർഷൻ ആയിരിക്കും അടുത്ത് നിങ്ങൾക്ക് വരുന്നത്. കാരണം നിങ്ങൾ ഇത്രയും വേദങ്ങൾ കാര്യങ്ങൾ അല്ലേ, ഇപ്പം വേദങ്ങൾ പഠിച്ചു, ഉപനിഷത്ത് പഠിച്ചു, ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലെല്ലാം കൂടെ കുഴഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ആ കൂടെ പുരാണവും കൂടെ തന്നാൽ അതങ്ങ് പൂർത്തിയാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിലോട്ട് വിടുന്നില്ല. അടുത്ത് നമ്മൾ അങ്ങനെയുള്ള വേറെ പോർഷൻസിലോട്ട് വന്നിട്ട് ഇപ്പം അടുത്തത് നമ്മൾ ആ ദേവസ്വം ബോർഡുകൾ അതുപോലെ KDRB റിക്രൂട്ട്മെൻറ്റ് ആ ഒരു കാര്യമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ മറ്റൊന്ന് 2 പോർഷൻ കൊണ്ട് നോക്കിയിട്ട് നമ്മൾ പുരാണങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.